Good morning, ladies and gentlemen. Welcome to your favorite. Good morning, ladies and gentlemen. Pixel 10 Pro എൻ്റെ കയ്യിൽ വെള്ള കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ പിക്സൽ 10ഉം എടുത്തില്ല, 10 Pro XLും എടുത്തില്ല. 10 Pro XLും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൽ 45 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യും, പിന്നെ ബിഗർ ബാറ്ററി, അങ്ങനെ എന്തൊരു കുറച്ച് ഡിഫറൻസേ ഉള്ളൂ, വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതെടുത്തത്. പിന്നെ ചെറിയ ഫോണാണ്. പിക്സൽ 10ൽ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡീഗ്രേഡിങ് അമ്മമാർ ക്യാമറയെ കൊണ്ടുവന്നിട്ട് ഒരു 10 മെഗാ പിക്സലിൻ്റെ ഒരു 5x ടെലിഫോട്ടോ കൊണ്ടുവന്നു. എനിക്ക് പിക്സലിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ ടെലിഫോട്ടോ കൊണ്ടുവരുമ്പോൾ പോർട്രേറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതുവരെ എത്ര വർഷമായിട്ട് നമ്മളൊക്കെ പട്ടിയെ പോലെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് അത് തരുന്നില്ല? നിങ്ങളെ കയ്യിൽ 5x ഒപ്റ്റിക്കലുണ്ട്. ഇപ്പോഴും പോർട്രേറ്റ് മോഡിൽ ഈ പറയണ മെയിൻ സെൻസറില്ലേ, മെയിൻ സെൻസറിൻ്റെ ക്രോപ്ഡാണ് ഈ 2xും പിന്നെ മഹത്തായ ഒരു 3xും. ക്രോപ്ഡ് ഈ സെൻസർ ക്രോപ്പാണ് നിങ്ങൾ പോർട്രേറ്റ് മോഡിൽ തരുന്നത്. ഇവിടെ ഏത് മൊണ്ണകളുടെ അവിടെ ഇരിക്കുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ പറയണ ഗൂഗിളിൻ്റെ ബേസിക് സാധനമാണ് ഇത്, ബേസിക് സാധനം. എനിക്ക് ഈ ഫോണിനെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പിക്സൽ ഇതിൽ നിന്ന് ബെറ്ററാണ്. അതായത് ടെൻസർ G4 വെച്ച് വന്ന പിക്സൽ 9 Pro. നിങ്ങൾക്ക് പിക്സലിൻ്റെ ഫോൺ വേണമെന്ന് എനിക്ക് തോന്നുന്നു ഈ വർഷം സെയിൽ സമയത്ത് ഭയങ്കര വില കുറയുകയും ചെയ്യും. ധൈര്യമായിട്ട് എടുത്തു, ഒരു കുഴപ്പമില്ല. ചീട്ട് വിളിച്ചതാണ് ഇവന്മാർ. ഈ ഫോണ് ആകെ ഇതിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ C2 സർട്ടിഫിക്കേഷൻ ഉള്ള അതുപോലെ സ്നാപ്പ് ചെയ്തിട്ട് ഫോൺ ചാർജ് ചെയ്യാം, അത് തന്നെ. പിന്നെ വേറെ കോമഡി ആയിട്ട് ഇതിനെപ്പറ്റി പറയാൻ എനിക്കുണ്ട്. കുറേ പേര് പറയണുണ്ട്, എന്തിനായിരുന്നു ആപ്പിളിൻ്റെ മാക്സേഫ് കോപ്പി അടിച്ചു. ഒന്നാമത്തെ കാര്യം, ആപ്പിളാണ് ഈ പറയുന്ന മാഗ്നറ്റ്സ് ഈ വയർലെസ് ചാർജിങ് ടെക്നോളജിയിൽ കൊണ്ടുവന്നത്. അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല, അത് സത്യം തന്നെയാണ്. ഇന്ന് ആപ്പിൾ ഒരു വലിയ മഹാമനസ്കത വെച്ചിട്ട് ആപ്പിൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ടെക്നോളജി പേറ്റൻ്റ് എടുക്കാതെ അവർ പറഞ്ഞ് നിങ്ങളെടുത്തോ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം, നമ്മളിങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്ത്. WPC എന്ന് പറഞ്ഞിട്ടൊരു വയർലെസ് കമ്മ്യൂണിറ്റി, അതായത് ഒരു മറ്റേ വയർലെസ്സിൻ്റെയൊക്കെ ഒരു അസോസിയേഷൻ, അവർക്ക് ബ്ലൂ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മളിത് അച്ചീവ് ചെയ്തത്, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആപ്പിൾ കൊടുത്ത്. അതായത് 12, 13, ആപ്പിൾ 12, 13, 14 നിങ്ങൾക്ക് മാക്സേഫ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് ഐ തിങ്ക് iPhone 15, 16 ഈ C2 എന്ന് പറഞ്ഞ സാധനത്തിന് സപ്പോർട്ട് വന്നത്. പഴയ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാഡിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ അലൈനൊക്കെ ചെയ്ത് അത് ഇരിക്കൂല, ചിലപ്പോൾ ചാർജ് ആവും. അത് നമ്മൾ വെക്കണ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ വെച്ചിട്ട് പോകണം, ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ കോയിലിൽ വന്ന് നിന്നില്ലെങ്കിൽ ചാർജ് ആവില്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നത്തിനെ മാറ്റാനാണ് ഈ ഒരു മാഗ്സേഫ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു മാഗ്നറ്റ്സ് അച്ചീവ് ചെയ്തത്. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്തു, അപ്പം ഈ മാഗ്സേഫ് ചാർജേഴ്സൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതായത് ആപ്പിളിൻ്റെ പെർമിഷൻ എടുക്കണം, അങ്ങനെയൊക്കെ കുറേ പണിയുള്ളത് കൊണ്ട് ഇവന്മാർ ഇത് കൊടുത്തപ്പം എന്ത് ചെയ്തു, C2 എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നിട്ട് ദേ പുട്ട് മാഗ്നറ്റ്സ് ഇൻ ദെയർ പ്രോഡക്ട്സ്. ഈ സാധനം ഇതിലല്ല ആദ്യം വന്നത്. അതെവിടെ, ഈ ഫോണിലാണ് ഈ പറയണ മാഗ്നറ്റ് പരിപാടി ആൻഡ്രോയിഡ് ഫോൺസിൽ ആദ്യം വരുന്നത്. അതിന് ശേഷമാണ്, അതായത് ആർക്ക് വേണമെങ്കിലും വെക്കാൻ. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ബ്രാൻഡ്സിന് വല്ല ഈഗോ പരിപാടിയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ അവന്മാർ പതുക്കെ വരും. ഇപ്പോൾ ഒരുപാട് ഇതുപോലത്തെ C2 ചാർജേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മിക്കവാറും സാംസങ്ങും റിയൽമിയും OnePlus ഒക്കെ മാഗ്നറ്റ്സ് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പക്ഷേ വെയിറ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടിയായിരിക്കും ആർക്കൊന്നും ചെയ്യാത്തത്. അതായത് ആപ്പിൾ കൊടുത്തൊരു ടെക്നോളജി നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ആരും അത് യൂട്ടിലൈസ് ചെയ്യില്ല. ആകെ യൂട്ടിലൈസ് ചെയ്തത് ഈ പറയണ HMDയും ഈ ഇപ്പോൾ പിക്സലുമാണ്. അതായത് മാഗ്നറ്റ്സ്, ഇതിൽ മാഗ്നറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റേ കേസിൻ്റെ ഒരു ആവശ്യം വരില്ല. മറ്റേത് കേസ് ഇടണം. മാഗ്നറ്റ്സ് ഉള്ള കേസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് C2 സപ്പോർട്ട്. അത് എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ ബ്രാൻഡ്സ് ഉണ്ട് ഈ C2 സപ്പോർട്ട് ചെയ്യണം. അപ്പം അതാണ് സംഭവം, അതാണ് മലയാളം. അല്ലാതെ ബ്ലൈൻഡായിട്ട് കോപ്പി അടിച്ച് എന്ന് പറയണ്ട. അപ്പോൾ ഈ വർഷം പറയാനുള്ളത് ഇതിൽ ഈ മാഗ്നറ്റും പിന്നെ ഒരു 100Xൻ്റെ സോഫ്റ്റ്വെയർ കുറേ മാറ്റമുണ്ട്. എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അതിൽ പിക്സൽ 9 Proയും 9 Pro XL ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പുതിയ ഫീച്ചേഴ്സൊക്കെ അതിലും വരും, ഉറപ്പാണ്. അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, പിന്നെ ഇതിൽ നല്ലത് പറയാനായിട്ട് ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഗംഭീരമാണ് എന്ന് പറഞ്ഞാൽ
അടിപൊളിയാണ്. അവന്മാർ എസ്പെഷ്യലി നമ്മൾ മറ്റേ സർക്കിൾ ടു സെർച്ച് കൊടുക്കണ ഇതിനിങ്ങനെ തുടങ്ങുന്ന സമയത്തൊക്കെ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. നമ്മൾ വോളിയം കൂട്ടുക കുറയ്ക്കുക, ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക, അത് ഭയങ്കര രസമാണ്. അത് അവർ ഗെയിമിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കും ഒക്കെ നൈസാണ്. ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഫോൺ ഐ ഹാവ് യൂസ്ഡ്. അത് പിക്സൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേ 2200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്, ഹൈ ബ്രൈറ്റ്നസ്, അതായത് പുറത്ത് വെയിലത്തൊക്കെ പോയിട്ട് ഫോൺ ഡയറക്റ്റ് സൺലൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, ഒരു കുഴപ്പമില്ല. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും പിന്നെ നമ്മൾ എല്ലാം ഉണ്ട്, HDR+ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ബാറ്ററി ഞാൻ പറയാം, നമുക്ക് കാർബൺ സിലിക്കൺ ബാറ്ററി വരുന്നില്ല, നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നില്ല. ഈ വയർലെസ് ചാർജിങ് തന്നെ ഈ Qi2 എന്ന് പറയുന്നത് 15 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടാണ്. ആപ്പിൾ അതിൽ നിന്നൊക്കെ ഡെവലപ്പായി. ആപ്പിളിൻ്റെ 16 ഇതിൽ 25 വാട്ടിൻ്റെ മാക്സ് സേഫ് ചാർജറുണ്ട്. അത് മേടിച്ചാൽ നിങ്ങൾക്ക് 25 വാട്ട് വയർലെസ് ചാർജ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ Qi 2.2 എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, 25 വാട്ട് സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഞാൻ പറയാം, നമ്മുടെ ഈ എനിക്ക് തോന്നുന്നു ഷൗമിയും വിവോയും ഇവരൊക്കെ OnePlus ഒക്കെ എന്തുകൊണ്ടാണ് ഇത് വയർലെസ്സിലോട്ട് ഇത് മാറാത്തതെന്ന് പറഞ്ഞാൽ അവന്മാർ തന്നെ മറ്റേ 50 വാട്ടിൻ്റെ 80 വാട്ടിൻ്റെ ഒക്കെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നത്. അത് അവരെ ഫാസ്റ്റ് ചാർജിങ് മറ്റേ സുനാഗിൽ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ട് വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവന്മാർ ഈ Qi2 ഈ പറയുന്ന മാഗ്നറ്റ്സ് വെക്കാത്തത്. പിന്നെ ഞാൻ പറയാം, ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ലുക്ക് വൈസ് ഒക്കെ ആണെങ്കിലും സെയിം സാധനം തന്നെ, യാതൊരു മാറ്റവും ഇല്ല. USB 3.2 ആണ് വരുന്നത്. പിക്സൽ 10, 10 Pro, 10 XL ഒക്കെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ല, നല്ല സൗണ്ടാണ്. പുതിയ ഐഫോൺ മേടിച്ചാ? പുതിയ ഐഫോൺ എങ്ങനെ മനസ്സിലായി? അല്ല പുതിയ ഡിസൈൻ. This is one of the most. Hey Siri, count to 1 million. അതിൽ ഏറ്റവും വലിയ കോമഡി എല്ലാവരും കേൾക്കறாங்க. നല്ല സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്, നല്ല ഡിസ്പ്ലേ, നല്ല ബാറ്ററി ലൈഫ് ഒരു ദിവസം ഫുള്ള് കിട്ടും, വലിയ കുഴപ്പമില്ല. പക്ഷേ ഫുൾ ഡേ എന്തായാലും കിട്ടും. ഗെയിമിംഗ് എന്തായാലും നടക്കില്ല. ഇതിൽ പ്രിൻസ് ഓഫ് പേർഷ്യയുടെ ഗതി കാണിച്ചു തരാവേ ഗെയിം. പിന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ടെൻസറിൻ്റെ G5 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. ആ സാധനം വെച്ചിട്ട് എന്തൊരു കോമഡിയാണ് അമ്മ ചെയ്തേക്കുന്നത്. ഇവിടെ ആൻഡ്രോയിഡ് സ്കോർ 1 മില്യൺ. നിങ്ങളപ്പോൾ 1 മില്യൺ ആൻഡ്രോയിഡ് സ്കോർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ സ്നാപ്ഡ്രാഗൺ 7 Gen 4 ഇതിൽ നിന്നും കൂടുതലുണ്ടല്ലോ, ഡിമെൻസിറ്റി 8350 ഇതിൽ നിന്നും കൂടുതൽ. ജിഗാ ഹെർട്സ് കൂടുതലാണ്. അതായത് ഇവർ ഈ പറയുന്ന സാധനം ക്ലോക്ക് ചെയ്തിരിക്കുന്നത്, പ്രൈമറി കോർ ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 3.78 ജിഗാ ഹെർട്സിലാണ് ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് അങ്ങനെ എഫിഷ്യൻസി ഒക്കെ ഒത്തിരി കൂടെ കൂടുതലല്ല. പിന്നെ 3 നാനോമീറ്റർ പ്രോസസ്സിങ്ങിലാണ് വരുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇതുണ്ട്. അത് മറ്റേ മിഡ് റേഞ്ച് ചിപ്സെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യല്, അതാണ് ഞാൻ മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ 256 GB സ്റ്റാൻഡേർഡാണ്. നമ്മുടെ നാട്ടിൽ 256 GB, അമേരിക്കയിൽ 128, 256, 512 അങ്ങനെയൊക്കെ പോകും. എൻ്റെ കയ്യിൽ 256 ആണ്. അത് UFS 4.0 ആണ്. LPDDR5Xൻ്റെ റാം എന്നൊക്കെ പറയുന്നുണ്ട്. ക്യാമറ പറ്റി പറയാനാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ വൈഡ്, 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും, 48 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോയും. അത് 5X ടെലിഫോട്ടോ ആണ്. വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നേ ഉള്ളൂ. എനിക്ക് ഭയാനകമൊന്നും പറയാനില്ല. 8K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. അത് പക്ഷേ ക്ലൗഡ് ബേസ് എന്തിനോ മറ്റേ പരിപാടിയാണ്. അത് ഞാൻ പറയില്ല, ഒന്നും പറയാനില്ല. എനിക്ക് ഒന്നും പറയാനില്ല ഈ ഫോണിനെ പറ്റി, ഒന്നും ഇല്ല പറയാൻ. ഹായ് ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ 4K വീഡിയോ റെക്കോർഡിംഗ്. 4K 60 FPS ആണ് നമുക്ക് വരുന്ന ഫ്രണ്ട് ക്യാമറയിൽ. ആൻഡ് 42 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്. ഫ്രണ്ട് സെൽഫി ക്യാമറ വെച്ച് വ്ളോഗൊക്കെ എടുക്കാനൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ഇലൂമിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വരുന്നുണ്ട് കേട്ടോ, വിച്ച് ഇസ് ആക്ച്വലി പ്രിറ്റി നൈസ്. സോ ഇതാണ് നമ്മുടെ പിക്സൽ അണ്ണൻ്റെ നിച്ചൽ ആയിട്ടുള്ള സാധനം. അതേപോലെ നിന്ന നിപ്പിൽ തന്നെ ബാക്ക് സെൻസറിലോട്ടൊക്കെ പോണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇതാണ് ഇത് ഇലൂമിനേറ്റ്, ഞാൻ പറഞ്ഞ സാധനം ഓൺ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ഒരു ഫീച്ചർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടണത്. നമുക്കിതിപ്പം വേണമെങ്കിൽ സൂം ഇൻ ആൻഡ് സൂം ഔട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയാണ്. അൾട്രാ വൈഡും ക്ലോസപ്പും ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഫ്രണ്ട് ക്യാമറയാണ്. ബാക്ക് ക്യാമറ കുഴപ്പമില്ലെന്നേ ഉള്ളൂ, വേണമെങ്കിൽ കാണിക്കാം. ഇതാണ് ബാക്ക് ക്യാമറ. ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. അൾട്രാ വൈഡിലാണ് കിടക്കുന്നത്. ബാക്കിലൊക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ വ്ളോഗൊക്കെ ചെയ്യണ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു ഫീല് കിട്ടും. ഇത് മെയിൻ സെൻസർ ക്രോപ്ഡ് ആവും. OIS ഒക്കെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഷേക്കി ആയിട്ടല്ലാത്ത ഇമേജസ് കിട്ടും. പിന്നെ 4K 60 FPS പോണത്. ഇതാണ് ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി. എങ്ങനെയുണ്ട്? നിന്ന നിപ്പിൽ മറ്റേ സ്വിച്ചിങ് ബിറ്റ്വീൻ ദ ലെൻസ് ഒക്കെ നടക്കും കേട്ടോ. ഈ ഒരു ക്വാളിറ്റിയാണ് അതിന് കിട്ടുന്നത്. ഇതാണ് മറ്റേ 5X ഒപ്റ്റിക്കൽ ജിങ് കണ്ട ഒരു ഇതുണ്ട, ഒരു പിടുത്തം പറഞ്ഞ ഇവിടെയൊക്കെയാണ് ഐഫോൺ സ്റ്റാർ ആവണത്.
അപ്പോൾ ഞാൻ അത് പറഞ്ഞതാണ്. അപ്പോൾ BGMI കളിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല, ഔട്ട് ഓഫ് ദ ബോക്സ് 120 FPS ഗെയിമിംഗ് വരുന്നുണ്ട്. ഈവൻ ഗ്രാഫിക്സ് HDയിൽ ഇട്ടാൽ 60 FPS ഗെയിമിംഗ് സപ്പോർട്ടുണ്ട്. കോമഡി. ഇതാണ് പ്രിൻസ് ഓഫ് പെർഷ്യ ഗെയിമിൻ്റെ ഗതി. എന്നാൽ ആലോചിച്ച് നോക്കിയാണ്, ഏകദേശം 1 ലക്ഷം മോളി വരണ ഗെയിം സപ്പോർട്ടില്ല. ഗ്രിഡ് ലെജൻഡിന് ഗെയിം സപ്പോർട്ടില്ല. യവന്മാർ TSMCയെ കൊണ്ട് ചിപ്സെറ്റ് ഉണ്ടാക്കിയിട്ട് ഏതോ ഊളകളെ കൊണ്ടിട്ടാണ് GPU ഉണ്ടാക്കി വെച്ചേക്കണം. ഇതിനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ 9 Proയും Pro XLയൊക്കെ എക്സിനോസിൻ്റെ ചിപ്സെറ്റിൽ വെച്ച് വരണ GPU അതിൽ നിന്നും ബെറ്ററാണ്. പിന്നെ അവന്മാരെന്തോന്ന് സ്വന്തമായിട്ടൊക്കെ ഒരു ISP, ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞു. എവിടെ എന്താണ് നിങ്ങൾ എന്താണ് ഇവിടെ എന്ത് ഭയാനകമാണ് നിങ്ങളിവിടെ ഫോട്ടോഗ്രാഫി കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇത് കോമ്പറ്റീഷൻ? ഞാൻ പറയും ഇതിലാകെ എനിക്ക് ഗുണമായിട്ട് തോന്നിയത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. 42 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. വീഡിയോ എടുക്കാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഫ്രണ്ട് ക്യാമറ അടിപൊളിയായിട്ടുണ്ട്. അതല്ലാതെ യാതൊരു മാറ്റവും ഇല്ലാത്ത ഒരു ഫോൺ, വലിയ വിലയും കൊടുക്കേണ്ടി വരും. നടക്കൂല പിക്സലെ. ഞാൻ പറയാം, നിങ്ങൾ ആപ്പിൾ അല്ല, നിങ്ങൾ അങ്ങനെ മറ്റേ ഇതിൽ നിന്നും ഫാർ ബെറ്ററാണ് നത്തിങ്. ഇപ്പോൾ അടുത്ത ആഴ്ച ഐഫോൺ ഇറങ്ങും. അണ്ണന്മാർ പുതിയ ഡിസൈൻ പിടിക്കണമുണ്ട്. 48 മെഗാപിക്സലിൻ്റെ മറ്റേ പുതിയ മറ്റേ എല്ലാം 48 മെഗാപിക്സൽ ബാക്കിൽ, ഫ്രണ്ട് മെഗാപിക്സൽ 24 മെഗാപിക്സൽ. അത് വേറെ ലെവലിൽ നിൽക്കും. അവന്മാർ 12 മെഗാപിക്സൽ വെച്ച് എപ്പോഴും ഓടിക്കണവന്മാരാണ്. അപ്പോഴാണ് അവന്മാർ സെൻസർ സൈസ് ഫ്രണ്ട് ക്യാമറ കൊണ്ടുവരുമ്പോൾ അത് വേറെ ലെവലിലേക്ക്. ടോപ്പ് ഓഫ് ദ ലൈൻ ചിപ്സെറ്റ് ആപ്പിളിൻ്റെ SoC ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാടാ ഇത് മേടിക്കണം? വെറുതെ ഹാപ്റ്റിക് ഫീഡ്ബാക്കിന്. ബാക്കിയുള്ള കാര്യം എന്ത് ചെയ്യും? പിന്നെ പറയാം, ജെമിനി, AI, ഇറൈസർ, ബെസ്റ്റ് ടേക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് സാധനം, മറ്റേ മാജിക് ക്യൂ, അങ്ങനെയൊക്കെ മറ്റേ ലൈവ് ട്രാൻസ്ലേഷൻ. അങ്ങനെ നോക്കണവർക്ക് പറ്റിയ ഫോണാണ്. അതൊന്നും ആപ്പിളിൽ കിട്ടൂല. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ തോൽവി അറിയാമല്ലോ. അപ്പോൾ തന്നെ അവന്മാർ ജെമിനിയുടെയൊക്കെ കൈയും കാലും പിടിച്ച് എന്തെങ്കിലുമൊക്കെ മറ്റേ സിറീനെങ്കിലും ഡെവലപ്പ് ആക്കാൻ നടക്കുമെന്ന് പറഞ്ഞാണ് അവന്മാർ നടക്കുന്നത്. അതുകൊണ്ട് AI വെച്ചിട്ടൊരു ഫോൺ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫോൺ എടുക്കുക. നിങ്ങൾക്ക് ക്യാമറ സെൻട്രിക്ക് വേറെ പിള്ളേരുണ്ട് അവിടെ. Vivo X200 Pro, Xiaomi 15 Ultra. അതിൻ്റെ അന്ന് സൈഡിൽ പോലും ഈ ഫോൺ വയ്ക്കാൻ പറ്റില്ല. എനിക്ക് സാംസങ്, ഞാൻ ഇവിടെ എൻ്റെ വൈയിൽ ഞാൻ സാംസങ് എനിക്ക് പറയാം. പക്ഷേ അവന്മാർ ആദ്യം ഗ്രീൻ ലൈൻ ഒതുക്കട്ട്. ഈ പറയുന്ന ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്ന് മാറ്റിയതിന് ശേഷം ഞാൻ സാംസങ്ങിൻ്റെ പേരൊക്കെ പറയും. ബിക്കോസ് അവിടെ ഈ 2 ആൾക്കാരുണ്ട് 1 ലക്ഷത്തിന് മുകളിൽ ഫോണ്. അപ്പോഴെങ്ങനെയാണെന്നാ ഈ ഫോൺ ഇറക്കി വെച്ചിട്ട് എന്തൊരു വെയിറ്റ് എന്നറിയോ ഈ ഫോൺ? മാഗ്നറ്റ്സ് വെച്ചത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഹെവി ഫോണാണ്. എന്താ പറയുക, ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഇറക്കിയ ഫോൺ എൻ്റെ ഒരു മാക്സ് സേഫും കുറച്ച് സോഫ്റ്റ്വെയർ കണ്ണിപ്പൊടിയിടലും 100x സൂമും. അയ്യോ, മഹത്വമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ആരാണ് ഈ 100x സൂം വെച്ചിട്ട് എന്തോന്ന് ഫോട്ടോ എടുക്കുക? ആരാ? ഒന്നും പറയില്ല കേട്ടോ എനിക്ക് ഈ ഫോണിനെ പറ്റി. ഐ ഹാവ് നോ അതർ വേർഡ്സ് ടു സേ. ഒരു ഫോൺ വേണമെങ്കിൽ എടുക്കുക, നിങ്ങളെ ഇഷ്ടം. നിങ്ങളൊരു ഹാർഡ് കോർ പിക്സൽ ഫാനാണെങ്കിൽ, ക്ലീൻ സോഫ്റ്റ്വെയർ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിലാണെങ്കിൽ എടുത്തോളി. അല്ലാതെ ഞാനൊന്നും ഇത് ജീവിതത്തിൽ സജസ്റ്റ് ചെയ്യൂല. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം നടക്കൂല. വളരെ എന്താ പറയുക, നമ്മൾ ഇത്രയും കോമ്പറ്റീഷനൊക്കെ ഹൈ ആണ്, ഇത്രയും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. കാർബൺ സിലിക്കൺ ബാറ്ററി യൂസ് ചെയ്യാം, ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരാം. ഇതൊന്നും കൊണ്ടുവരാതെ നിങ്ങൾ ഗെയിമിങ്ങിന് പുല്ല് വിലയാണ് ഈ സാധനത്തിൽ കൊടുത്തേക്കണം. പിന്നെ അവർ പറഞ്ഞു വേപ്പർ കൂളിംഗ് ചാമ്പർ ഉണ്ടെന്ന്. വെരി ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദിസ് ഇയേഴ്സ് പിക്സൽ ഡിവൈസസ്. 10ൻ്റെ അവസ്ഥ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് ക്ലീൻ സോഫ്റ്റ്വെയർ ആ ഒരു മെൻറ്റാലിറ്റി. ഇപ്പം ചൈന ഫോൺസ് ഇഷ്ടമല്ലാത്തവർ ഇതേ എടുക്കുകയുള്ളൂ. അവർക്ക് ചൈനീസ് ഫോൺ. ഇപ്പം ഇപ്പം ഞാൻ പറയാം, ഈ പിക്സൽ 10ന് പകരമുള്ള കോമ്പറ്റീഷൻ ഞാൻ പറയാം. OnePlus 13s, Vivo X200 FE, iQOO 13, Xiaomi 15, ഇത്രയും ടോപ്പ് ക്വാളിറ്റി ഫോണുണ്ട്. അതും നത്തിങ് ഫോൺ 3. ഈ ഫോണിൻ്റെ ഇടയിൽ ആ ഫോണിന് സൈഡിൽ വെക്കാൻ പറ്റൂല. അതും iPhone 16. ഇതിനെയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പിക്സൽ 10 ആര് സജസ്റ്റ് ചെയ്യും? അതവിടെയാണ് പറഞ്ഞത്. അവിടെയാണ് ആ പ്രശ്നം. ചൈനക്കാരന്മാരെ ബ്രാൻഡ്സ് ഇഷ്ടമല്ലാത്ത അങ്ങനത്തെ ആൾക്കാർ നോക്കുമ്പോൾ അവർക്ക് സായിപ്പന്മാരുടെ ഒരു അമേരിക്കൻ ബ്രാൻഡ് എന്ന് പറയാനായിട്ട് പിക്സലേ ഉള്ളൂ. അതവർ മേടിക്കും. അല്ലെങ്കിൽ ഹാർഡ് കോർ ഫാൻസ് മേടിച്ചോ, ഒരു കുഴപ്പമില്ല. ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു OnePlus 13 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. ബാറ്ററി, ഫോട്ടോ, ഡിസ്പ്ലേ, പെർഫോമൻസ് എല്ലാം ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ്, എവ്രിതിങ് ഈസ് ദെയർ ഇൻ ദാറ്റ് ഫോൺ. ആ ഒരൊറ്റ ഫോണിൻ്റെ ആവശ്യമേ ഏതൊരു സാധാരണക്കാരനും ആവശ്യമുള്ളൂ. പൈസ ഉള്ളവൻ നിങ്ങൾ എന്തു വേണോ എടുത്തോ, എനിക്കൊരു വിഷയമല്ല. ഈ ചാനൽ നിങ്ങൾക്കല്ല, ഈ റിവ്യൂ നിങ്ങൾക്കല്ല, ഒന്നും നിങ്ങൾക്കല്ല. നിങ്ങൾക്ക് കാശുണ്ട്, നിങ്ങൾക്ക് വെർട്ട് വരെ മേടിക്കുക. പക്ഷേ
കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് EMI എടുത്ത് ഇതെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും പൊന്നണ്ണന്മാരെ വേറെ ഫോൺ ഉണ്ടേ, ആ OnePlus 13 എടുത്ത് നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരു ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലീൻ സോഫ്റ്റ്വെയർ, അത്യാവശ്യം നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കണമെന്നൊരു ഫോൺ ഉണ്ടെങ്കിൽ OnePlus 13 എടുത്ത് ഒരു കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ 1 ലക്ഷത്തിന് മുകളിൽ ഫോൺ മേടിക്കുന്നതിൽ വളരെ എതിർപ്പ് വയ്ക്കുന്ന ഒരു വ്യക്തനാണ്. പക്ഷേ ഞാൻ പറയില്ലേ, നമ്മൾ പിന്നെ ഈ ജോലി ഇതായതുകൊണ്ടും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് പറയണമെന്നുള്ളത് കൊണ്ട് ഞാൻ മേടിച്ച് യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു വീഡിയോ ആയിരുന്നു, അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് Pixel 10 Pro. ഇത് ദുബായിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അറിയാം എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന്. അവിടെ പോവുക, ചോദിക്കുക. നാട്ടിലാണെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഉള്ളത്. ഇങ്ങനെ ഓഫ്ലൈൻ സ്റ്റോഴ്സ് എനിക്ക് തോന്നുന്നത് ഏതോ ക്രോമിലോ അവിടെ എവിടെയൊക്കെ കിട്ടും. എന്താ പെട്ടിയിനകത്തും ഒന്നുമില്ല, ഒരു കേബിളും ഫോണും സിം എഡിറ്റിംഗ് ടൂളും കഴിഞ്ഞ് കൊടുക്കാനുള്ളതൊക്കെ ലക്ഷങ്ങളും. ഇത്തിരിയാണ് അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഒരിക്കലും ഇത് ഞാനൊരു വൃത്തിയായിട്ടുള്ളൊരു ഫോണായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. ഐ സ്റ്റിൽ ഫീൽ Pixel 9 Pro ഇസ് എ ബെറ്റർ ഫോൺ ദാൻ ദിസ്, അൺഫോർച്ചുനേറ്റ്ലി. ഞാൻ ഇപ്പോഴും എൻ്റെ കയ്യിൽ Pixel 9 Pro XL ഉണ്ട്, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അത്ര ഭീകരമായിട്ട് നിങ്ങൾക്കൊരു പിക്സൽ ഡിവൈസ് വേണമെന്ന് ആക്രാന്തമാണെങ്കിൽ ഓഫർ ടൈമിൽ അത് ചിലപ്പോൾ വില കുറഞ്ഞ വല്ലതും വരുമായിരിക്കും, എടുത്തോളി. ഇത് ഓഫറിൽ വന്നാൽ പോലും ഇത് എടുക്കാനായിട്ടുള്ള ഒന്നുമില്ല. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു TSMC ആയിട്ടൊക്കെ കൊളാബ് ചെയ്യുന്നൊക്കെ വിചാരിച്ചപ്പോൾ. ഞാൻ അറ്റ്ലീസ്റ്റ് ആ മാലി GPU എങ്കിൽ ഇതിൻ്റെ അകത്ത് വെക്കുമെന്ന് വിചാരിച്ചാണ്, അതുപോലും ഇല്ല. എന്തോന്നടേ 1 ലക്ഷത്തിൻ്റെ ആൻഡ്യൂറ്റി സ്കോർ മുട്ടനായിട്ട് ത്രോട്ടിൽ ചെയ്യണ ഒരു ഫോൺ. ത്രോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു ഭയങ്കര ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള സാധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഭയങ്കരമായിട്ട് മാക്സിമം നമ്മൾ പ്രോസസ്സർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചൂടാവും. ഈ ചൂടാവുന്നതനുസരിച്ച് ഇതിനെ കൂൾ ഡൗൺ ആയിട്ട് എന്ത് പറ്റുമെന്ന് പറയും, പെർഫോമൻസിനെ അങ്ങ് കുറച്ച് കളയും. ഇതിനെയാണ് ത്രോട്ടിൽ എന്ന് പറയുന്നത്. ഹൈ ആയിട്ട് ത്രോട്ടിൽ ചെയ്യണുണ്ട് ഈ ഫോൺ. ചില സമയത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നിൽക്കുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ട്, ആപ്സ് ഫോഴ്സ്ഫുള്ളി നമ്മൾ മറ്റേ റീസ്റ്റാർട്ട് ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ദൈവത്തിനെ ഓർത്ത് ഒരു അപ്ഡേറ്റ് ഒക്കെ തരുമ്പോൾ ഒന്ന് പെട്ടെന്ന് ഇൻസ്റ്റാൾ ആക്കണ വല്ല പരിപാടിയും കൊണ്ടുപോകണം. എന്തൊരു തലവേനയുടെ അത്. ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കും, അനങ്ങൂല. അപ്പം ഞാൻ ആലോചിക്കും എന്തോ എൻ്റെ ഇൻ്റർനെറ്റിന് ഫാസ്റ്റ് ഇല്ലേ, ഞാൻ ആലോചിച്ചു അനങ്ങൂലയുടെ എന്തൊരു സ്ലോ ആയിട്ട് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ ഫോൺ. കോമഡി തന്നെ കേട്ടോ. എന്തായാലും ഒന്നും പറയാമല്ലോ എനിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിയുടെ, ഒരു കമൻറ്റ് അടിക്കുക, നിങ്ങളുടേതായ കാര്യങ്ങൾ പറയുക. ഈ ഫോൺ മേടിച്ചിട്ടുള്ളൊരു നിങ്ങളുടേതായ വിലയേറിയ അഭിപ്രായമോ റിവ്യൂ ഒക്കെ താഴെ വന്ന് പറയുക. അടുത്ത ആഴ്ച ഐഫോൺ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇതൊക്കെ കണ്ടാണല്ലോ ഞാൻ ഒറ്റൻ്റെ ഇത് എടുത്തായിരുന്നു കേട്ടോ, ഡമ്മി. ഇത് പഴയ ഡമ്മിയാണ്, ബിക്കോസ് ഇവിടെ ഗ്ലാസ് ആണ് വരുന്നത്, ഗ്ലാസ് അല്ല. അവരത് മാറ്റിയിട്ട് ഇത് മൊത്തം മെറ്റൽ ആക്കിയാണ്. പിന്നെ ആ മെറ്റൽ റിങ്ങിനെ ഇത് ചെയ്തിട്ട് ഒരു ആൻറ്റിനെയും ഒക്കെ വന്നിട്ട് പിന്നെ ഇത് കറക്റ്റ് നടുക്ക് വരും. പിന്നെ ഇവിടെ ഒരു ഡുവൽ ടോൺ പോലത്തെ ഒരു സാധനം വരും. ഇവിടെ ഇപ്പോൾ പ്ലെയിൻ അല്ലേ, ഡുവൽ ടോൺ പോലത്തെ ഒരു സാധനമൊക്കെ വരും. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ പ്രാവശ്യം അവർ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്, നമുക്ക് അറ്റ്ലീസ്റ്റ് പറയാനെങ്കിലും എന്തെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാം കുറേ എണ്ണം മറ്റേ 11 തൊട്ട് വെച്ചുകൊണ്ടിരിക്കണമാരെയൊക്കെ തട്ടി പുതിയ ഫോൺ എടുക്കും. ഈ പ്രാവശ്യം ഐഫോൺ മിക്കവാറും വിൽക്കൽ കണ്ട് മിക്കവാറും കണ്ണ് കള്ളും. പിന്നെ ഇന്ത്യയാണ് പ്രൊഡക്ഷൻ മൊത്തവും. ഇന്ത്യയിലുള്ളവന്മാർക്ക് ഒന്നും ഡിസ്കൗണ്ട് ഒന്നും കിട്ടൂല. കുറേ ഇനിയിപ്പോൾ കൂടിപ്പോയി ഒരു 5000 രൂപ കൂടിയാലേ ഉള്ളൂ. അതുകൊണ്ട് ആരും അതൊന്നും പേടിക്കണ്ട. അപ്പോൾ അങ്ങനെ ഇരിക്കണ്ടേ, അതാണ് എനിക്ക് പിക്സലിനെ പറ്റി പറയാനുള്ളത്. ഞാൻ പോവാണ്. ശരി ഇന്ന്.